ദി വേൾഡ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് എന്ന സീരീസിൻ്റെ 71ാമത്തെ എപ്പിസോഡിലേക്ക് ജോബി സാർ സ്നേഹപൂർവ്വം സ്വാഗതം. നമസ്കാരം സാർ. ദാസ അതുപോലെ തന്നെ CIWG CSAP നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ്. കഴിഞ്ഞ വർഷങ്ങളുമായിട്ട് വെച്ച് നോക്കുമ്പോൾ ഒത്തിരിയധികം വ്യത്യാസങ്ങളുണ്ട് എന്ന രീതിയിലാണ് പലരും പറയപ്പെടുന്നത്. സാർ, ശരിക്കും എന്താണ് ഇപ്രാവശ്യത്തെ മേജർ ചേഞ്ചസ്? ഇത്തവണ നമ്മൾ പറഞ്ഞാൽ മാറ്റങ്ങളേ ഉള്ളൂ എന്ന് നമുക്ക് പറയാം. ഓക്കെ. ആ രീതിയിലുള്ള ഒരു വ്യത്യാസമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് 3 അലോട്ട്മെൻറ്റ് പ്രൊസീജിയറുകൾ, അതായത് CSAP സ്പെഷ്യൽ, ഓക്കെ, നമ്മൾ ജോസായിൽ വരുന്ന വേക്കൻസികൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്ട്രീമാണ് CSAP സ്പെഷ്യൽ എന്ന് പറയാം. അതും ദാസ ഡയറക്റ്റ് അഡ്മിഷൻ ഓഫ് സ്റ്റുഡൻറ്റ് അബ്രോഡ്, അതോടൊപ്പം തന്നെ 8 GCC കൺട്രീസിലുള്ളവർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ പ്രോഗ്രാം CIWG. അപ്പോൾ ഇത് മൂന്നും കൂടെ ഒരു കുടക്കീഴിലാക്കിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ. അതായത് ഒരു വിദ്യാർത്ഥിക്ക്, ഇപ്പം നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞാൽ ഗൾഫിലുള്ള GCC കൺട്രിയിലുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് അവന് 3 ഓപ്ഷൻസ് കിട്ടുകയാണ്. ഓക്കെ. ഒന്നുകിൽ CSABയിൽ ജോസായിൽ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്യുമല്ലോ, ഓക്കെ, CSABയിൽ അപ്ലൈ ചെയ്യാം, ആ സീറ്റിന് എലിജിബിലിറ്റി ഉണ്ട്. അതോ അല്ലെങ്കിൽ CIWG കോട്ടായിൽ ഉള്ള ഒരു സീറ്റിന് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ദാസ സ്ട്രീമിൽ അപ്ലൈ ചെയ്യാൻ 3 സ്ട്രീമിൽ ഒരേ സമയത്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഏത് സ്ട്രീമിലാണോ നമുക്ക് കിട്ടുന്നത് ആ സീറ്റ് നമുക്ക് നിലനിർത്താം. അപ്പോൾ ജോസയിൽ ഇതിന് മുൻപ് പങ്കെടുത്തുള്ളൊരു കുട്ടിക്ക് ജോസയിൽ ഒരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ പറഞ്ഞ 3 സ്ട്രീമിൽ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ ഒരു സീറ്റ് ലഭിച്ചാൽ നിലവിൽ ജോസയിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടും. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടെയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം നമ്മളിതിൽ പങ്കെടുക്കാൻ. സാർ, ഇപ്പോൾ നമ്മൾ ഏതൊരു ആപ്ലിക്കേഷൻ പ്രൊസീജിയറിനെ കുറിച്ച് ചിന്തിക്കുമ്പോഴും എത്രമാത്രം വിദ്യാർത്ഥികളെ അത് സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളതൊരു ചോദ്യമാണ്. സാർ, ശരിക്കും ഒരു ദാസ കോട്ട അല്ലെങ്കിൽ ഒരു CIWG കോട്ട, അതും അല്ലെങ്കിൽ ഒരു CSAP കാറ്റഗറിയിലേക്ക് വരുമ്പം ഏകദേശം എത്ര വിദ്യാർത്ഥികൾക്ക് ഇതൊരു യൂസ്ഫുൾ ആകും? ഏറ്റവും അധികം സീറ്റുകൾ വേക്കൻസി വരുന്നത് CSABിലാണ്. CSABിൽ മുൻവർഷങ്ങളിലേക്ക് വെച്ച് നോക്കുമ്പോൾ ഒരു 11,000 12,000 വരെയൊക്കെ സീറ്റുകൾ ഓക്കെ അവിടെ വേക്കൻസി വരാൻ സാധ്യതയുണ്ട്. കാരണം NIT+ സിസ്റ്റങ്ങളാണ്. ഇപ്പോൾ NITസിലും IITs GFTAകളും അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നല്ല ഒരു നമ്പർ സീറ്റ് അവിടെ വരാം. ഇനി ദാസയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് സൂപ്പർ ന്യൂമററി സീറ്റുകളാണ്. അതായത് ദാസയിൽ പങ്കെടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അത് 31 NITs പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ അവിടെയുള്ള 15% സീറ്റുകളാണ്, ഓരോ ബ്രാഞ്ചിലെയും 15% സീറ്റുകളാണ് സൂപ്പർ ന്യൂമറി ആയിട്ട് ഉണ്ടാകുന്നത്. പിന്നെ അതുകൂടാതെ 13 IIITs പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ. അവിടെയും സൂപ്പർ ന്യൂമറി 15% വരും. പിന്നെ സെൻട്രലി ഫണ്ടഡ്, അതോടൊപ്പം തന്നെ നമ്മുടെ DTU, NSUT, അതുപോലെ IMU, ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം പങ്കെടുക്കുന്നുണ്ട്. അവിടെയും ഉള്ള സീറ്റുകളുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി ഒരു 4,500 5,000 അടുത്ത് സീറ്റുകൾ ദാസയിൽ വരാം. ഓക്കെ. ആ ദാസയിലുള്ള സീറ്റിൻ്റെ 1/3 നമുക്ക് CIWG കോട്ടായിൽ വരാം. അപ്പോൾ ഒരു 1,500 മുകളിലുള്ള സീറ്റുകൾ തീർച്ചയായിട്ടും CIWGയിൽ ഉണ്ടാകും. അപ്പം ഏകദേശം ഒരു ടോട്ടലായിട്ട് പരിഗണിക്കുകയാണ് ഏകദേശം ഒരു 17,000 സീറ്റുകളോടെ നമുക്ക് ഉണ്ടാവും ഈ ഒരു കാറ്റഗറിയിൽ പ്രതീക്ഷിക്കാം. ഏതൊക്കെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ക്വാട്ടയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും? എന്തൊക്കെയാണ് അതിന് വേണ്ട ഡോക്യുമെന്റ്സ്? ഏതാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഫോർമാറ്റ് എന്ന് പറയുന്നത്? അപ്പോൾ നമുക്ക് ദാസ സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ദാസ CIWG CSAB പറഞ്ഞു, ഇത് 3ഉം ഒരുമിച്ച് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ദാസ CIWG കുറിച്ചും സംസാരിക്കാം. അപ്പോൾ അബ്രോഡുള്ള ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച്, ഓക്കെ, അബ്രോഡുള്ളതിൽ അവർക്ക് 2-3 കാറ്റഗറി അവിടെ വരുന്നുണ്ട്. ഒന്ന് സാർക്ക് കൺട്രീസിലുള്ള സ്റ്റുഡൻസ്, അത് OCI കാർഡ് ഹോൾഡേഴ്സ് ആകാം, PIO ആകാം, ഫോറിൻ നാഷണലാകാം. ഓക്കെ. അതുപോലെ തന്നെ നോൺ സാർക്ക് കൺട്രീസ് ഉണ്ട്. അപ്പോൾ നോൺ സാർക്കിലും OCI ഉണ്ട്, PIO ഉണ്ട്, ഫോറിൻ നാഷണൽസ് വരാം. സാർക്ക് കൺട്രീസിൽ ഇന്ത്യ ഉൾപ്പെടുന്നില്ല ഈ ഒരു കാര്യത്തിൽ. ഇന്ത്യയിൽ ഉള്ളവർക്ക് പാടില്ല എന്നുള്ളതാണ്. അതേസമയം ഫോറിൻ നാഷണൽ ഇന്ത്യ പഠിച്ചതിനൊന്നും കുഴപ്പമില്ല, അവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. മൂന്നാമത്തേതാണ് നമുക്ക് CIWGക്ക് എലിജിബിൾ ആയിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗം, നമ്മുടെ GCC കൺട്രീസിൽ ഉള്ള അവിടെ ജോലി ചെയ്യുന്നവരുടെ മക്കൾ. അവർക്ക് ഈ CIWGയോടൊപ്പം തന്നെ നോൺ സാർക്ക് കാറ്റഗറിയിലും അവർക്ക് എലിജിബിലിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ 3 കൂട്ടർക്കാണ് ഈ ദാസ CIWGക്ക് അപ്ലൈ ചെയ്യാവുന്നത്. ഇവരിൽ നമുക്കറിയാം ഇന്ത്യൻ നാഷണൽസ് ആയിട്ടുള്ളവരുണ്ട്. നമ്മൾ പറഞ്ഞു
ഇവർ ഇതിനകത്ത് ഈ OCA PA കാർഡുള്ളവരും ഇന്റർനാഷണൽ ആയിട്ടുള്ളവർക്കും നമ്മുടെ അതായത് ജോസ എലിജിബിലിറ്റി തന്നെയാണ് നമ്മൾ CSABയിലുള്ള എലിജിബിലിറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ ഗൾഫിൽ UAEയിലുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ച് അവന് ജോസയ്ക്ക് എലിജിബിൾ ആണല്ലോ, അതുപോലെ തന്നെ CSABക്ക് എലിജിബിൾ ആണ്. ആ കുട്ടിക്ക് CAWGക്കുള്ള എലിജിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ദാസയ്ക്കുള്ള എലിജിബിലിറ്റി ഉണ്ട്. എല്ലാ വിദ്യാർത്ഥികളും ജെയ്മെയിൻ എഴുതിയിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ്. ജെയ്മെയിൻ എഴുതിയിരിക്കണം, ഒരു വാലിഡ് സ്കോറും ഉണ്ടായിരിക്കണം. അതുപോലെ +2 75% അഗ്രിഗേറ്റ് സ്കോർ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ടോപ്പ് 20% ഉണ്ടായിരിക്കണം. സാർ അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 3 കാറ്റഗറി സാർക്ക് ഉണ്ട്, നോൺ സാർക്ക് ഉണ്ട്, CAWG ഉണ്ട്, എന്താണ് ഇവർ തമ്മിലുള്ളൊരു വ്യത്യാസം ഫീസിൻ്റെ കാര്യത്തിൽ ചിന്തിക്കുമ്പോൾ? ഫീസിൻ്റെ കാര്യത്തിലാണ് വ്യത്യാസം. പിന്നെ നമ്മൾ എലിജിബിലിറ്റി പറഞ്ഞു, CAWG ഓൺലി ഫോർ ഗൾഫ് കൺട്രീസിലുള്ളവർക്ക് മാത്രമാണ് CAWG ഉള്ളൂ. പേര് തന്നെ അറിയാം, സാർക്ക് കൺട്രീസിൽ ഉള്ളവർക്ക് വേണ്ടി എക്സെപ്റ്റ് ഇന്ത്യ. നോൺ സാർക്ക് കൺട്രീസിൽ അത് ഫോറിൻ നാഷണലാകാം, അതുപോലെ തന്നെ OCI PA കാർഡ് ഹോൾഡേഴ്സിനും ആകാം. അപ്പോൾ ഫീസിലാണ് വലിയ വേരിയേഷൻ. CAWG കോട്ടയിൽ ഫീസ് സ്ട്രക്ചർ നമുക്ക് ഒരു ഇന്ത്യൻ സിറ്റിസൺ, ഇപ്പോൾ ഇന്ത്യയിൽ എവിടെയെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലുള്ള ഒരു കുട്ടി ഇപ്പോൾ കാലിക്കട്ട് NITയിൽ അവന് അഡ്മിഷൻ കിട്ടുന്നു, അവൻ ജോസ വഴി അഡ്മിഷൻ കിട്ടുമ്പോൾ നമുക്കറിയാം അവൻ്റെ ഒരു സെമസ്റ്റർ ഫീ എന്ന് പറയുന്നത് ട്യൂഷൻ ഫീ 62,500 ആണ് വരുന്നത്. അപ്പോൾ അതേ ഫീസ് തന്നെയാണ് CAWG കോട്ടയിൽ നമ്മുടെ കാലിക്കട്ട് പോലെയുള്ള ഒരു NITയിൽ അഡ്മിഷൻ കിട്ടുന്ന കുട്ടിക്ക് സെയിം ഫീസാണ്. ഇനി ഇത് നോൺ സാർക്ക് വിഭാഗത്തിലാണെങ്കിൽ ഒരു കുട്ടിക്ക് അഡ്മിഷൻ കിട്ടുന്നെങ്കിൽ $4,000 ആണ് അടയ്ക്കേണ്ടത് ഒരു സെമസ്റ്ററിന് വേണ്ടി. അത് സാർക്ക് വിഭാഗത്തിലാണെങ്കിൽ 50% ഫീ വേവിയർ കൊടുക്കുന്നതാണ്. അങ്ങനെ വരുമ്പോൾ $2,000 പേ ചെയ്യണം. ഇനി ഈ 3 കൂട്ടരും CAWGയും സാർക്കും നോൺ സാർക്കും രജിസ്ട്രേഷൻ ഫീസായിട്ട് നോൺ റീഫണ്ടബിൾ എമൗണ്ട് ആണത്, $300 പേ ചെയ്യണം. ഇനി ഈ പറയുന്ന ആരെങ്കിലും CAWG ഉള്ളൊരു കുട്ടിക്ക് CSABയിലൂടെ പങ്കെടുക്കണമെന്ന് താല്പര്യമുണ്ടെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ആ കുട്ടി CSABയുടെ ഫീസായ ഒരു 5,000 രൂപ കൂടി പേ ചെയ്യേണ്ടത്, CSABയിലുള്ള പാർട്ടിസിപ്പേഷൻ. അങ്ങനെയാകുമ്പോൾ CSAB ഓപ്ഷൻസ് കൂടെ ആ കുട്ടിക്ക് അവൈലബിൾ ആയിരിക്കും. ഈ ദാസയും അതുപോലെ തന്നെ CAWGയും രണ്ടും ഓപ്റ്റ് ചെയ്തെങ്കിൽ രണ്ടിനുമുള്ള സീറ്റുകൾ നമുക്ക് ചോയ്സ് ഫില്ലിങ്ങിൽ അവൈലബിൾ ആവുള്ളൂ. CAWG മാത്രമാണ് ഓപ്റ്റ് ചെയ്യുന്നതെങ്കിൽ CAWG ഉള്ള വേക്കൻസികൾ മാത്രമേ നമ്മുടെ ചോയ്സ് ഫില്ലിംഗ് ടൈമിൽ നമുക്ക് അവൈലബിൾ ആവുള്ളൂ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ രണ്ടും അവൈലബിൾ ആയിരിക്കും, 3 ഉണ്ടെങ്കിൽ 3 അവൈലബിൾ ആയിരിക്കും. സാർ കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പം ഒരു ഏറ്റവും കൂടുതൽ സീറ്റ് ഫില്ല് ചെയ്യപ്പെടാനാണോ സാധ്യത? വിദ്യാർത്ഥികളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് ഈ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു അഡ്മിഷൻ നമ്മൾ കിട്ടിയാൽ ജോസയിൽ പങ്കെടുത്തൊരു കുട്ടി അവനൊരു സീറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടും. അപ്പോൾ വളരെ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം. നിലവിൽ നമ്മുടെ കയ്യിൽ ഉള്ളതിലും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് മാത്രമേ നമ്മൾ പ്ലേസ് ചെയ്യാവുള്ളൂ. ഇനി നമുക്കിപ്പം ജോസയിൽ നമുക്ക് സീറ്റൊന്നും അലോട്ടഡ് അല്ലെങ്കിൽ നമുക്കങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഈ CAWGയും ദാസയും തമ്മിൽ ഫീസ് സ്ട്രക്ചറിൽ വലിയൊരു വേരിയേഷനാണ്, നമുക്കറിയാം, വലിയ വേരിയേഷനാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ചോയ്സുകൾ ഫില്ല് ചെയ്യുമ്പോൾ നമ്മൾ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ CAWG നമുക്ക് പോകാം എന്ന് നമ്മൾ നേരത്തെ ഒരു തീരുമാനമൊക്കെ എടുക്കണം. കാരണം നമ്മളെ ഈ ദാസയും CAWGയും നമ്മൾ ഒരുമിച്ചാണ് ഫില്ല് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഒരു CAWG കഴിഞ്ഞ് മറ്റൊരു ദാസയായിരിക്കും നമ്മൾ അവിടെ പ്ലേസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്യണം ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ വരെ CAWG കോട്ടയിൽ പോകാം. അതായത് ശരിക്കും ഒരു ഫിനാൻഷ്യൽ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ CAWG ആണ് ഏറ്റവും നല്ലത്. CAWG ആണ് ഏറ്റവും നല്ലത്. അപ്പോൾ അബ്രോഡുള്ള സ്റ്റുഡൻസിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഗൾഫ് കൺട്രീസിലുള്ളവരാണ് കൂടുതലും ഈ മേഖലയിലേക്ക് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് CAWG ആണ് ബെസ്റ്റ്. അപ്പോൾ CAWG എവിടെ വരെ ഞാൻ ആഗ്രഹിക്കുന്നത്, എവിടെ വരെ ഉള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് എനിക്ക് ഓക്കെ ആണ് എന്ന് അത് ആദ്യം തീരുമാനിക്കാം. അതിനുശേഷമാണ് ഇപ്പോൾ ദാസയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ ദാസയിലേക്ക് പോകാമെന്നുള്ളത്. സാർ, ഞാനിപ്പം ഇത്രയും നേരം നമ്മൾ ഡിസ്കസ് ചെയ്തത് പ്രധാനമായിട്ടും ദാസ അതുപോലെ തന്നെ CAWG വെച്ചായിരുന്നു. ഞാൻ ഇനി അടുത്തൊരു കാറ്റഗറി വിദ്യാർത്ഥികളെ മനസ്സിൽ കണ്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഇപ്പം ഒരു വിദ്യാർത്ഥിയുണ്ട്, ഒരു NIT കാലിക്കറ്റിൽ ഒരു പക്ഷേ ഒരു ഇലക്ട്രിക്കലിനൊക്കെ കിട്ടിയ ഒരു വിദ്യാർത്ഥി ആയിരിക്കാം. ഒരു പക്ഷേ അയാൾ പോലും CSABയിൽ അപ്ലൈ ചെയ്യുന്നത് നല്ലതായിരിക്കില്ലേ? കാരണം ഇത്രമാത്രം സീറ്റുകൾ സ്പ്ലിറ്റ് ചെയ്യപ്പെടാനും ഷിഫ്റ്റ് ചെയ്യപ്പെടാനും സാധ്യതയുള്ളപ്പം ഒരു പക്ഷേ അതിനേക്കാളും മികച്ചൊരു ECEയിലേക്കോ കമ്പ്യൂട്ടർ സയൻസിലേക്കോ പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ഒരുവിധം 100% സാറ്റിസ്ഫൈഡ് അല്ലാത്ത എല്ലാവരും അപ്ലൈ ചെയ്യുന്നതല്ലേ ശരിക്കും നല്ലത്? CSABയിൽ അവർക്കെല്ലാം അപ്ലൈ ചെയ്യാം.
പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ടത് നമുക്കറിയാം ജോസ കഴിയുമ്പോൾ തന്നെ വേക്കൻസികൾ നോട്ടിഫൈ ചെയ്യും കൃത്യമായിട്ട്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ കിട്ടിയൊരു കുട്ടിയാണെന്ന് വിചാരിക്കുക, ഇപ്പോൾ കാലിക്കട്ട് NIT അവൻ്റെ ഡ്രീം അവിടുത്തെ CS ആയിരുന്നു. അപ്പോൾ അവിടെ CS വേക്കൻസി ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവൻ ഈ വേക്കൻസി ജോസ പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് മനസ്സിലാകാൻ പറ്റും. ഇനി അവിടെ കമ്പ്യൂട്ടർ സയൻസ് വേക്കൻസി ഇല്ല, അവൻ ആഗ്രഹിക്കുന്ന മറ്റു 3 NITs ട്രിച്ചിയും സുറത്കല്ലും വാറങ്കല്ലും ആണെന്ന് വിചാരിക്കുക. അവിടെയും കമ്പ്യൂട്ടർ സയൻസിൽ അല്ലെങ്കിൽ ECയിൽ വേക്കൻസികൾ കാണുന്നില്ലെങ്കിൽ അവന് ഈ CSABയിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. കാരണം അവനെ സംബന്ധിച്ച് അവന് ഇതിന് മുകളിലുണ്ടായിരുന്ന ഒരു ബ്രാഞ്ചിലും നിലവിൽ വേക്കൻസി ഇല്ല എങ്കിൽ പങ്കെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ അവിടെ ഒരു ചെറിയൊരു സാധ്യത പിന്നെയും നിലനിൽക്കുന്നുണ്ട്. ഇവിടെയുള്ള ഏതെങ്കിലും ഈ നമ്മളിപ്പോൾ ട്രിച്ചിയിൽ ECയിൽ നിന്ന ഒരു കുട്ടി ട്രിച്ചി കമ്പ്യൂട്ടർ സയൻസിലേക്ക് പോയാൽ ഈ കുട്ടിക്ക് ഒരു സാധ്യത ഉണ്ടാവാം. അപ്പം അങ്ങനെ ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതായത് സെലക്ട് ചെയ്യുന്നതിൽ തെറ്റില്ല, പക്ഷെ വളരെ സെലക്റ്റീവ് ആയിട്ട് വളരെ സൂക്ഷിച്ച് നമ്മുടെ ഓപ്ഷൻസ് മാത്രമേ നമ്മൾ വയ്ക്കാവുള്ളൂ. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് പങ്കെടുക്കുന്നതിന് കുഴപ്പമില്ല. 5,000 rupees നമ്മൾ കൊടുക്കുക. കാരണം ഇവർ പാർഷ്യൽ അഡ്മിഷൻ ഫീ ഒക്കെ അടച്ചിരിക്കുന്നവർ ജോസയിൽ. അപ്പോൾ അവരെ സംബന്ധിച്ച് ഇത്രയും ഇതേ അതിനകത്ത് വരുന്നുള്ളൂ. ഓക്കെ സാർ, ഇനി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, അതായത് നമ്മുടെ CSAB അതുപോലെ തന്നെ ദാസയും വെക്കുമ്പം ഏറ്റവും കൂടുതൽ ചേഞ്ച് വന്നിരിക്കുന്ന ഇപ്രാവശ്യം ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പ്രോസസ്സിലാണ്. എന്താണ് ശരിക്കും ഇതിനകത്ത് ഒരു റിയൽ സിറ്റുവേഷൻ? അത് കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ രജിസ്ട്രേഷൻ നമ്മൾ പറഞ്ഞു ഇത്രയും പൈസ അടച്ച് നമ്മൾ ദാസ NIT.org സൈറ്റിൽ കയറിയാൽ ദാസ CWGയും ഇനി CSAB.NIC എന്നുള്ള വെബ്സൈറ്റ് ഉണ്ട്, അവിടെ നമ്മൾ കയറി കഴിഞ്ഞാൽ CSABയും ദാസയും അതുപോലെ തന്നെ CWG ഇതെല്ലാം നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ രജിസ്ട്രേഷൻ ടൈമിൽ ഈ CAWG ദാസ കോട്ടക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. രജിസ്ട്രേഷൻ കഴിയുമ്പോൾ തന്നെ അവരുടെ രജിസ്ട്രേഷൻ്റെ ഒരു ഫീസുണ്ട്. നമ്മൾ രജിസ്ട്രേഷൻ ഫീസ് പ്ലസ് ഒരു സെമസ്റ്ററിൻ്റെ ഫീസും കൂടെ കൂടിയാണ് അടയ്ക്കുന്നത്. അപ്പോൾ CAWG മാത്രം ഓപ്റ്റ് ചെയ്തവർ 67,500 ഈ $300 കൂടെ കൂടിയുള്ള പൈസ ആദ്യം തന്നെ അടയ്ക്കണം. അപ്പോൾ നമ്മൾ ചോയ്സ് ഫില്ല് ചെയ്യുകയോ സീറ്റൊന്നും കിട്ടിയിട്ടോ ഇല്ല, ഇത് രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ നമ്മൾ അടയ്ക്കുക. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് എല്ലാം അവർ ചോദിക്കുന്നുണ്ട്, അപ്പോൾ കൊടുക്കണം. പിന്നീട് എന്തെങ്കിലും റീഫണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ ആ ബാങ്ക് ഡീറ്റെയിൽസ് ഉള്ളതിൻ്റെ ഫോട്ടോ കോപ്പിയൊക്കെ നമ്മളത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇനി അത് നോൺ സാർക്കാണെങ്കിൽ $4,300 പോകും. ആ എമൗണ്ട് തന്നെ പേ ചെയ്യണം. അപ്പോൾ CAWG എടുത്ത കുട്ടി ദാസ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നോൺ സാർക്കാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടി $4,300 ആദ്യം തന്നെ അടയ്ക്കണം. ഇനി സാർക്കാണെങ്കിൽ $2,300 അടയ്ക്കുക. അപ്പോൾ ഫീ പേയ്മെൻറ്റ് നടത്തി. അപ്പോൾ രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ രണ്ടാമത്തെ പ്രോസസ് എന്ന് പറയുന്നത് ഫീ പേയ്മെൻറ്റ്. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ നമ്മൾ ജോസയിലും CSABയിലും ഒക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു സീറ്റ് ലഭിച്ചതിന് ശേഷമാണ്, പ്രൊവിഷണലായിട്ട് ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് അങ്ങനെയല്ല. നമ്മൾ ഈ ഫീസ് അടച്ച ഉടനെ നമ്മൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുട്ടിയുടെ 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് ലിസ്റ്റ് വേണ്ടി, ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കാൻ മാർക്ക് ലിസ്റ്റ് വേണ്ടി വരും, അതുപോലെ പാസ്പോർട്ട് വേണ്ടി വരും, പിന്നെ സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ഇനി CWGക്കാരെ സംബന്ധിച്ച് സ്കൂളിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റ് വേണം. അതോടൊപ്പം തന്നെ പേരൻറ്റിൻ്റെ പാസ്പോർട്ട്, പേരൻറ്റിൻ്റെ വിസ, പേരൻറ്റിൻ്റെ വർക്ക് പെർമിറ്റ്, പേരൻറ്റ് ജോലി ചെയ്യുന്ന ആ കമ്പനിയിൽ നിന്നുള്ള ലെറ്റർ, അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഈ സ്കൂളിൽ നിന്നുള്ള ലെറ്റർ എന്ന് പറയുമ്പോൾ കുട്ടി കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് GCC കൺട്രിയിലുള്ള ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ +1ഉം +2ഉം പഠിച്ചതായിരിക്കണം, അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ട് എന്ന് തെളിയിക്കുന്ന ഒരു ലെറ്ററാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് തയ്യാറാക്കി വെക്കണം, +2വിൻ്റെ മാർക്ക് ലിസ്റ്റ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ റെഡിയാക്കി വെക്കുക. അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, ബിസിനസ് റൂളിൽ പറയുന്നുണ്ട്. ആ ഡോക്യുമെൻറ്റ്സ് എല്ലാം കൂടെയാണ് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പക്ഷെ അപ്ലോഡ് ചെയ്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ തീർന്നില്ല. നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, നമ്മുടെ GMAൻ്റെ ആപ്ലിക്കേഷൻ നമ്പരും പാസ്വേഡ് ഉപയോഗിച്ച് നമ്മൾ ലോഗിൻ ചെയ്തിട്ടുണ്ട്. അത് വീണ്ടും നമുക്ക് ക്വറീസ് വരും. നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഇവരിത് ശരിക്കും വെരിഫൈ ചെയ്യുന്നുണ്ട്, ഫോർജഡാണോ എന്നൊക്കെ അത് വെരിഫൈ ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ എല്ലാ ഒറിജിനൽസ് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. കാരണം നമ്മുടെ ഫിസിക്കൽ റിപ്പോർട്ടിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിലാണോ നമുക്ക് ഫൈനൽ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അവിടെ നമ്മളിത് ഫിസിക്കൽ റിപ്പോർട്ടിങ് മിക്കവാറും ഒരു ഓഗസ്റ്റ് 20 ശേഷമാണ് വരാനാണ് സാധ്യത. അപ്പോൾ ആ സമയത്ത്
നമ്മൾ ഇതിൻ്റെ എല്ലാ ഒറിജിനൽസ് അവിടെ സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് ഒറിജിനൽസ് ഉണ്ടായിരിക്കണം നിർബന്ധമായിട്ടും. നമ്മളിത് അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ക്വറീസ് വരും. അപ്പോൾ ദിവസം 2-3 തവണ ഒന്ന് നോക്കണം. 2 ദിവസത്തേനേ കാര്യമുള്ളൂ. ഒന്ന് നോക്കുക. എന്തെങ്കിലുമൊക്കെ ക്വറീസ് വരുന്നുണ്ടെങ്കിൽ നമ്മളതിന് ആൻസർ ചെയ്യണം. ആൻസർ ചെയ്തില്ലെങ്കിൽ അവിടെ കൊണ്ട് തന്നെ നമ്മുടെ പ്രൊസീജിയർ രീതിയിൽ നമുക്ക് അലോട്ട്മെൻറ്റ് പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ അത് വെരിഫിക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ സക്സസ്ഫുള്ളി വെരിഫൈ ചെയ്തു എന്നും പറഞ്ഞ് നമുക്കൊരു മെസ്സേജ് നമ്മുടെ ലോഗിനിൽ വരികയും ചെയ്യും. അപ്പോൾ അതോടുകൂടി നമ്മുടെ ഡോക്യുമെൻറ്റേഷൻ അവസാനിച്ചു എന്ന് പറയാം. ഇനീഷ്യൽ സ്റ്റേജ് കംപ്ലീറ്റ്. ഇത് ദാസ CAWGയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇനി ഇത് നമ്മൾ സീസാബിലേക്കാണ് വരുന്നതെങ്കിൽ നമ്മുടെ പ്രൊസീജിയർ അപ്പാടെ മാറുക ചെയ്യുന്നു. ഇങ്ങനെയല്ല. സീസാബിലാണ് പങ്കെടുക്കുന്നതെങ്കിൽ നമ്മൾ നേരത്തെ രജിസ്റ്റർ ചെയ്യുന്നു. ഇനി നമ്മൾ ചെയ്യുന്നത് ചോയ്സ് ഫില്ലിങ്ങിലേക്കാണ് പോകുന്നത്. രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ, ബേസിക് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ പിന്നെ ചോയ്സ് ഫില്ലിംഗ് ആണ്. ജോസായിൽ എങ്ങനെ ചെയ്യുന്നു അതുപോലെ തന്നെ ജോസായിൽ ഇതേ പ്രൊസീജിയറാണ്. ചോയ്സ് ഫില്ലിങ്ങും കഴിഞ്ഞ് ഇത്തവണ ഇതിനകത്ത് ഒരു മോക്കുണ്ടായിരിക്കും കേട്ടോ. ഒരു മോക്കിനുള്ള അവസരം തരുന്നുണ്ട്. ആ മോക്കിന് ശേഷം നമ്മൾ അത് ലോക്ക് ചെയ്തു. ലോക്ക് കഴിഞ്ഞിട്ട് നമുക്ക് സീറ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നു. ആ കിട്ടിയ സീറ്റ് അലോട്ട്മെൻറ്റ് അത് ഈ പറഞ്ഞ CSABിലാണെങ്കിൽ ഇതിന് ശേഷമാണ്, അലോട്ട്മെൻറ്റിന് ശേഷമാണ് നമ്മുടെ ഫീ പേയ്മെൻറ്റും ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും വരുന്നത്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെൻറ്റ്സ് ഈ പറഞ്ഞ CAWGയിലുള്ള കുട്ടിയെ കൊടുക്കേണ്ട അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഇപ്പോൾ ഇവിടെ ആവശ്യമില്ല. ഇല്ല, അത് ഓർക്കണം. അപ്പം CSABയിലൂടെ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ രീതിയിൽ ഒരു സെറ്റ് ഡോക്യുമെൻറ്റ്സ് കൂടെ തയ്യാറാക്കി വെക്കാൻ നല്ലതായിരിക്കും. കാരണം അത് നമ്മൾ സീറ്റ് കിട്ടിയതിന് ശേഷമാണ്. ഇനി അവിടെ മറ്റൊരു സാധ്യത വരാവുന്നത്, ഒരു കുട്ടിക്ക് ദാസയിലാണ് ഫസ്റ്റ് 3 അലോട്ട്മെൻറ്റിലായി തവണയുള്ളത്. ഇതിന് എല്ലാത്തിനും കൂടെ ഈ ദാസയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി. വീണ്ടും കുട്ടി നിൽക്കുകയാണ്, അവൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. ഫ്ലോട്ട് വല്ലതും കൊടുത്തായിരിക്കും. അപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആ കുട്ടിക്ക് CSABയിലാണ് കിട്ടുന്നെങ്കിൽ ദാസയിൽ നമ്മൾ സർട്ടിഫിക്കറ്റ് നേരത്തെ വെരിഫൈ ചെയ്തതാണ്. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അലോട്ട്മെൻറ്റ് കിട്ടുന്നു, നമ്മൾ ഏതാണോ ഫ്ലോട്ടോ സ്ലൈഡോ അങ്ങനെ എന്താണോ നമ്മളത് ഓപ്റ്റ് ചെയ്ത് നിൽക്കുക, വേറെ നമുക്ക് ചെയ്യാനില്ല. പക്ഷേ രണ്ടാമത്തെ അലോട്ട്മെൻറ്റിൽ സീസാബിലാണ് നമുക്ക് കിട്ടുന്നെങ്കിൽ സീസാബിൻ്റെ പ്രൊസീജിയർ നമ്മൾ അലോട്ട്മെൻറ്റ് കിട്ടിയതിന് ശേഷമാണ് ഫീസ് നേരത്തെ അടച്ചിട്ടുണ്ട്. ഫീസ് കുഴപ്പമൊന്നുമില്ല, ഫീസ് നഷ്ടപ്പെടുകയൊന്നുമില്ല. അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒക്കെ പൊക്കോളും. പക്ഷേ നമുക്ക് ഓൺലൈൻ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടത്തണം. ഞാൻ ദാസയിൽ എനിക്ക് കിട്ടിയപ്പോൾ ഞാൻ നേരത്തെ നടത്തിയിരുന്നു. അത് മതി എന്ന് വിചാരിച്ചിരിക്കരുത്. നമുക്ക് സീസാബിലാണ് കിട്ടുന്നെങ്കിൽ, രണ്ടാമത്തേത് സീസാബിലാണ് വരുന്നെങ്കിൽ അവിടെയും പുതുതായിട്ട് ഒരു ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമ്മൾ നടത്തേണ്ടി വരും. അവിടെയും ക്വറീസ് വരും. അപ്പോൾ അതിന് ആൻസർ ചെയ്യണം. അത് ഏകദേശം ഒരു ജോസായുടെ ആ ഒരു പാറ്റേൺ നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. സാർ, ഇപ്പം വിദ്യാർത്ഥികൾക്കെല്ലാം CAWG അതുപോലെ ദാസ സീസാബിനെ കുറിച്ചൊക്കെ ഒരു കൃത്യമായ ഐഡിയ കിട്ടിയെന്ന് ഞാൻ കരുതുകയാണ്. സാർ, ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് ഒരു സ്പോട്ട് അഡ്മിഷനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. ഒരു BTech ആണ്, എഞ്ചിനീയറിംഗ് ആണെന്ന് പറയുമ്പോൾ സ്പോട്ട് അഡ്മിഷൻ ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. സാർ, എന്താണ് ഇവിടെ ഒരു സ്പോട്ട് അഡ്മിഷനുള്ള സാധ്യതകൾ വല്ലതുണ്ടോ? സ്പോട്ട് അഡ്മിഷൻ ഉണ്ടാവില്ല. അങ്ങനെ സ്പോട്ട് ഉണ്ടാവില്ല. അതിനുവേണ്ടി വേക്കൻസികൾ, സീറ്റ് വേക്കൻ്റ് ആകാതിരിക്കാൻ വേണ്ടിയാണ് ഇത് 3 കൂടെ ഒരു കുടക്കീഴിലാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ജോസായിൽ നമ്മൾ പറയും, ദാസായിൽ ഒരു സീറ്റ് കിട്ടിയാൽ പോലും ജോസായിൽ കിട്ടിയ സീറ്റ് നഷ്ടപ്പെടുകയാണ്. അപ്പോൾ അത്രയും ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഇത് ഈ 3 സ്ട്രീമും കൂടെ ഒരുമിച്ച് വന്നപ്പോൾ ഇവിടെ ഇനി സ്പോട്ട് ഇല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. 3 അലോട്ട്മെൻ്റ് ഉണ്ട്. 3 അലോട്ട്മെൻറ്റ് കൊണ്ട് അലോട്ട്മെൻറ്റുകൾ അവസാനിക്കുന്നു. സ്പോട്ട് ഇല്ല എന്നുള്ള കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സ്പോട്ട് ഉണ്ടാവും എന്ന് വിചാരിച്ച് കുട്ടികൾ ഇരിക്കരുത്. ഇതിനകത്ത് കൃത്യമായിട്ട് പങ്കെടുത്ത് നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള ഒരു ചോയ്സ് ഫില്ലിങ് നടത്തി സീറ്റ് നേടിയെടുക്കുക എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ദാസ, CAWG, സീസാബ് തുടങ്ങിയ അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിനെ കുറിച്ച് ഒരു കൃത്യമായ ഐഡിയ ബേസിക് ആയിട്ട് വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും ലഭിച്ചു എന്ന് ഞങ്ങൾ കരുതുകയാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ജൂലൈ അവസാനം മുതലാണ്. എങ്ങനെയാണ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ടെക്നിക്കൽ ടേമുകൾ ഉൾപ്പെടുത്തി വളരെ വിശദമായ ഒരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും. ജോബി സാർ, ഈ ഒരു സെക്ഷൻ വിദ്യാർത്ഥികൾക്കും മാതാപിതാക്കൾക്കും വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. Brilliant Study Center, India's #1 coaching center for NEET and JEE.